പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ അനിയും നന്ദും തമ്മിലുള്ള ആ സീന് എല്ലാവരെയും കാണിക്കുന്നുണ്ട് കേട്ടോ. ടി വിയിൽ കണക്ട് ചെയ്ത് അതിലൂടെയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം മുത്തശ്ശൻ അജയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ നിൻ്റെ മകൻ്റെ പ്രവൃത്തി കണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ അജയൻ കണ്ടു എന്ന് പറയും കേട്ടോ. എന്നിട്ട് നീ അവനെ ഉപദേശിക്കുകയെ അതുപോലെ തന്നെ അവനെ ചോദ്യം ചെയ്യുകയെ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കും. അപ്പോൾ അജയൻ മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ജയനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ടായിരുന്നു, അനാമിക മോളുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് പറയാനായിട്ട് തുടങ്ങുമ്പോഴേക്കും മുത്തശ്ശൻ ജയനോട് പറയുന്നുണ്ടായിരുന്നു, നിന്നോട് ഞാൻ ചോദിച്ചില്ല, മിണ്ടാതിരിക്കുക എവിടെയാണെന്നറിയാം. അതിൻ്റെ ഇടയിൽ കൂടെ ജലജ എന്തോ പറയാനായിട്ട് തുടങ്ങുമ്പോൾ ജലജയനോട് തന്നെയാട്ടോ പറയുന്നത്, ഞാൻ നിന്നോടൊന്നും ചോദിച്ചിട്ടില്ല, ഇടയ്ക്ക് കയറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ കരണത്തെ അടി വീഴുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജലജ മിണ്ടാതെ നോക്കും. പിന്നീട് മുത്തശ്ശനാണെങ്കിലും അജയനോടാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ ഇപ്പോൾ ഒരച്ഛൻ മാത്രമല്ല അമ്മായിയച്ഛനും കൂടെയാണ്, പിന്നെ നിൻ്റെ മകനിപ്പോൾ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ മുത്തച്ഛനും കൂടെ ആവുമായിരുന്നു. ആ സമയത്താണ് നിൻ്റെ മകൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ട് കണ്ടിട്ടും നീ മിണ്ടാതെ നിന്നത്, നീ അവനെ ചോദ്യം ചെയ്യാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നീട് നയനയോടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മുത്തശ്ശനാണെങ്കിലും അനാമിക മോളാണ് ഇങ്ങനെ ഒരു രംഗം കണ്ടിട്ടുള്ളത്, അപ്പോൾ ഏതൊരു പെൺകുട്ടിയായാലും ഇങ്ങനെ അതൊന്നും കണ്ടാൽ സഹിക്കില്ലല്ലോ, മോളായിരുന്നെങ്കിൽ സഹിക്കുമായിരുന്നോ എന്ന് നയനയോട് ചോദിക്കും കേട്ടോ. അപ്പോൾ നയനയും മിണ്ടാതെ നിൽക്കുകയാണ്. പിന്നീട് ജാനകി പറയുന്നുണ്ടായിരുന്നു, ഇവരെല്ലാവരും അതിന് സപ്പോർട്ടാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ആരും അതിന് സപ്പോർട്ടൊന്നുമല്ല എന്ന് പറയും. അപ്പോൾ മുത്തശ്ശി ദേവയാനിയോട് ചോദിക്കുകയാണ്, അതിന് സപ്പോർട്ടല്ലാതെ ഇരുന്നിട്ടാണോ നീ അനാമിക മോൾ ഇതിൻ്റെ പേരിൽ ഇവിടുന്ന് പിണങ്ങി പോയപ്പോൾ അവളെ പോയി വിളിക്കാതിരുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ദേവയാനി ഒന്നും മിണ്ടൊന്നും ചെയ്യുന്നില്ല. എന്തായാലും മുത്തശ്ശനാണെങ്കിലും ആകെ കലിപ്പിലാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അജയനോട് അനീനെ വിളിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇതാ ഇപ്പോൾ വിളിക്കാച്ചാന്ന് പറഞ്ഞിട്ട് അജയനാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് മാറി പോകുന്നുണ്ടായിരുന്നു കേട്ടോ അനീനെ വിളിക്കാൻ വേണ്ടിയിട്ട്. ഇതേ സമയം നമ്മുടെ നയനിയാണെങ്കിൽ ആകെ ടെൻഷനിൽ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് അനീനെയും അതുപോലെ തന്നെ ഫ്രണ്ട്സിനെയാണ് കാണിക്കുന്നത്. രാകേഷും വിഘ്നേഷും ഒക്കെ ഉണ്ട്. അപ്പോൾ നന്ദുവിൻ്റെ കാര്യം തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അനി അത് ഒരു ദിവസം മാറി നിന്നുകൊണ്ട് ഇങ്ങനെ നന്ദു ആണെങ്കിലും ഇപ്പോൾ അനീനെ പിണക്കാനും ഒന്നും നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ റൂട്ട് ക്ലിയറാണ്, ഇനി ഇതേ ഇതിലങ്ങ് പോയാൽ മതി, ഇനി അവളെ ഒരിക്കലും നീ വിട്ടു കൊടുക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്ത് വന്നാലും നന്ദു നീയും ഒന്നിക്കണം എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, എനിക്കിപ്പോൾ പേടി അനാമിക ഇങ്ങനെ ഞാനും നന്ദും തമ്മിലുള്ള സീന് മുത്തശ്ശിനെയും കാണിക്കുമോ എന്നുള്ളതാണ്. ഇതുവരെ അവൾ കാണിച്ചിട്ടില്ല, ഇനിയിപ്പോൾ അത് കാണിക്കുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് രാകേഷും വിഘ്നേഷും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, അവർ കാണുകയാണെങ്കിൽ അങ്ങ് കണ്ടോട്ടെ, അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴേക്കും അജയൻ്റെ കോള് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനാണ് എന്ന് പറഞ്ഞിട്ട് കോൾ എടുക്കുന്നുണ്ടായിരുന്നു. അനിയാണെങ്കിലും അജയനോട് പറയുന്നുണ്ടായിരുന്നു, ഇതാ ഞാനിപ്പോൾ എത്തിക്കോളാം എന്ന് പറയൂ കേട്ടോ. എന്നിട്ട് രാകേഷിനോടും വിഘ്നേഷിനോടും പറയുകയാണ്. കോള് കട്ട് ചെയ്ത ശേഷം അച്ഛനാണ് വിളിച്ചത്, അവിടെ വീട്ടിലെന്തോ പന്തികേടുണ്ടെന്ന് തോന്നുന്നുണ്ട്, അച്ഛൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, അച്ഛൻ ഉടനെ തന്നെ എന്നോട് അങ്ങോട്ട് എത്താൻ പറഞ്ഞു എന്ന് പറയും കേട്ടോ. അപ്പോൾ നീ എന്തായാലും ചെന്ന് നോക്ക്, അപ്പോൾ അറിയാലോ എന്താ പ്രശ്നം എന്നുള്ളത്, നീ പോയിക്കോ എന്ന് പറയും. അങ്ങനെ അനി അവരോട് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അപ്പോഴും ഇവർ സംസാരിക്കുന്നത് നന്ദും അനിയും തമ്മിൽ ഒന്നിക്കണം എന്നൊക്കെ തന്നെയാണ്, അതിന് വേണ്ടിയിട്ട് അനിയുടെ കൂടെ നിൽക്കണം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. പിന്നീട് നമ്മുടെ അനാമികയാണെങ്കിലും രേവതിനോട് ഓടി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ അമ്മായിമ്മ പണി പറ്റിച്ചു, മുത്തശ്ശീനെ ആ രംഗങ്ങളൊക്കെ കാണിച്ചു എന്ന് പറയൂ കേട്ടോ. അപ്പോഴേക്കും വേണു അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ വേണുവിനോടും രേവതി ഈ കാര്യം പറയുമ്പോൾ എന്നെ ജാനകി വിളിച്ചായിരുന്നു, എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയും കേട്ടോ. അപ്പോൾ ആ രംഗം കണ്ട ആരും മോളുടെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ. എന്തായാലും ഇങ്ങനെ ഓണൊക്കെ ആഘോഷിച്ച് നല്ല സന്തോഷത്തിലായിരുന്നു കിളവനും കിളവിയും. എന്തായാലും ആ സന്തോഷം ഇന്നത്തോടുകൂടി പോയി കിട്ടിക്കാണും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മോളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ, അതുകൊണ്ട് മോളുടെ ഭാഗത്ത് എല്ലാവരും നിൽക്കുള്ളൂ. അനിയും നന്ദും തമ്മിലുള്ള ആ സീന് കണ്ടതുകൊണ്ട് ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് മോളെ വിളിക്കാനായിട്ട് വരും. അനിയുടെ അമ്മയും അതുപോലെ തന്നെ ഇനിയിപ്പോൾ അപ്പച്ചിയും വല്യമ്മയും ഒക്കെ വന്നു വരും. മോൾ ഒരിക്കലും പോവരുത് കേട്ടോ എന്ന് പറയും കേട്ടോ. അതുപോലെ തന്നെ ആ കിളവനും കിളവിയും മോളെ ഇവിടെ വന്നിട്ട് വിളിക്കണം, ആ ഒരു ഇതിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം. പിന്നീട് വേണു പറയുന്നുണ്ടായിരുന്നു, അവരെ നമുക്ക് ഇങ്ങോട്ട് വരുത്തേണ്ട, അവരോടുള്ള ബഹുമാനാർത്ഥമാണെന്ന് ഇതാക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെല്ലുന്ന മോൾക്ക് അവർ സമ്മാനങ്ങൾ തരണം. പത്മനാഭസ്വാമിയുടെ അടുത്തുള്ള അത്രയും സ്വർണ്ണവും പണവും ചിലപ്പോൾ ആ മുത്തശ്ശിയുടെ കയ്യിലുണ്ടായിരിക്കും, അത് നല്ല പഴയ സ്വർണ്ണമായിരിക്കും, അതിന് തങ്കത്തിൻ്റെ മൂല്യമുണ്ട് എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് അങ്ങനെ നേടിയെടുക്കണം എന്നൊക്കെയാണ് വേണു അനാമികയോട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ 3 പേരും കൂടെ. പിന്നീട് മുത്തശ്ശനാണെങ്കിലും ആകെ കലിപ്പിൽ നിൽക്കുകയാണല്ലോ. മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, പണ്ട് ഈ വീട്ടിൽ പല നിയമങ്ങളും ഉണ്ടായിരുന്നു, 10 മണി കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറി വരാൻ പാടില്ല എന്ന്. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ അസുഖം മാറിയെന്നുണ്ടെങ്കിലും 9 മണിക്ക് തന്നെ കിടന്നുറങ്ങണം, നന്നായിട്ട് ഉറക്കം കിട്ടണമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് കിടന്നുറങ്ങാറുമുണ്ട്. പിന്നെ ഇവിടെ നടക്കുന്നതൊന്നും ഞാൻ അറിയാറില്ല എന്ന് പറയും കേട്ടോ. അതുപോലെ തന്നെ പലപ്പോഴും ആണല്ലോ പലരും കയറി വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് അനി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജാനകി പറയും, ഇതാ വന്നു അവൻ എന്ന് അറിയട്ടോ. അനിയാണെങ്കിലും അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ടെങ്കിലും അവിടെ
അവിടെയൊന്നും നിൽക്കാതെ നേരെ മുകളിലേക്ക് പോകാനുള്ള പുറപ്പാടായിരുന്നു. അപ്പോഴേക്കും മുത്തശ്ശൻ അവിടെ നിൽക്കടാന്ന് പറഞ്ഞ് അനിയുടെ കോളറിനങ്ങ് കുത്തി പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ആ സീൻ കണ്ടതിനെ കുറിച്ചുള്ള ചോദ്യം ചെയ്യലാണ്. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു, ഇങ്ങനെ നീ ആ നന്ദുവിൻ്റെ ഭാവിയും കൂടെ നശിപ്പിക്കൂ എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ അനാമിക മോളാണല്ലോ അത് കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, അനാമിക മോളാണ് നിൻ്റെ അമ്മയ്ക്ക് അത് കാണിച്ചു കൊടുത്തത്. അപ്പോൾ അവളുടെ കയ്യിൽ ആ വീഡിയോ ഉണ്ട്. അവർ എല്ലാവരും കൂടെ അതങ്ങ് പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്താവുമായിരിക്കും, നന്ദുവിൻ്റെ ഭാവി ഇല്ലാതാവില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശിയും അതന്നെ അനിയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടും നിങ്ങളാരും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് നിന്നെയും അതുപോലെ തന്നെ അജയനെയാണ് അടിക്കുകയൊക്കെ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എന്നിട്ട് ഞാൻ തന്നെയാണല്ലോ അച്ഛനെ ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചത്, ബാക്കി എല്ലാവരും ഇതിന് സപ്പോർട്ടാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അനിയനോട് ഇങ്ങനെ ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് അച്ഛൻ പറഞ്ഞ കാര്യം എന്താണെന്ന് മനസ്സിലായോന്ന്. അപ്പോൾ അത് മനസ്സിലാവാതിരിക്കാൻ ഞാൻ പൊട്ടനൊന്നുമല്ല എന്നിങ്ങനെ അനി പറയൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് അനാമികയായിട്ട് നന്നായിട്ട് ജീവിച്ചോണം, ആ കുട്ടീനെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് തറപ്പിച്ചെന്നെ അനി പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, അവനങ്ങനെ പലതും പറയും, പക്ഷേ അവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അവനെ ഇങ്ങനെ ഉപദേശിച്ച് നേരെയാക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് ദേവയാനിയോട് പറയുന്നുണ്ടായിരുന്നു, അവൻ്റെ അമ്മയേക്കാളും സ്നേഹം അവന് നിന്നോടാണല്ലോ, അപ്പോൾ നീ വേണം അവനെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാനേ എന്ന് പറയും. പിന്നീട് മുത്തശ്ശിയാണെങ്കിലും ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു, നീ എപ്പോഴും പറയല്ലോ നിൻ്റെ പാതിയാണ് നിൻ്റെ അനിയൻ എന്നുള്ളത്, എന്നിട്ട് അവന് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഉപദേശിച്ച് നേരെയാക്കാൻ നിന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ ആദർശ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഓണായിട്ട് അവൻ ഇങ്ങനെ ബ്രാഞ്ചിലേക്കൊന്നും പോകുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനും ആദർശമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ, 3 ബ്രാഞ്ച് അനിയനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ജലജ അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലല്ലേ ആദർശിൻ്റെ കണ്ണിൽ അത് പെടുള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അനി വലിയൊരു തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മേലിൽ നീ നിൻ്റെ മകനെ വെളുപ്പിക്കാൻ നിൽക്കണ്ട, നിൻ്റെ മകൻ തന്നെയാണ് ഇവിടുത്തെ മുടിയനായ പുത്രൻ, അവനെ വെളുപ്പിക്കാൻ നീ നിൽക്കണ്ട, അതായിരിക്കും നിനക്ക് നല്ലത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അനിയും അതുപോലെ തന്നെ അനാമികയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം എല്ലാവരും കൂടെ അവരെ ഉപദേശിച്ച് നേരെ ആക്കിക്കോണം എന്ന് പറഞ്ഞിട്ടാട്ടോ മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അജയനാണെങ്കിലും പിന്നീട് മുത്തശ്ശൻ പോയി കഴിഞ്ഞിട്ട് ജാനകിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തിനാ അത് അച്ഛനെയും അമ്മേനെയും കാണിക്കാൻ പോയതെന്ന്. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, ഇവിടെ എൻ്റെ മരുമകൾ പിണങ്ങി പോയിട്ട് അത്രയും നല്ലൊരു മരുമകളെ തിരിച്ച് വിളിക്കാൻ ആരും ഇങ്ങനെ കൂട്ടാക്കുന്നില്ല, അപ്പോൾ പിന്നെ ഞാൻ ഇത് അച്ഛനെ അറിയിക്കേണ്ടേ, ഇനി ഞാനൊന്നും അച്ഛൻ്റെ അടുത്തൊന്നും മറച്ചു വയ്ക്കില്ല, എല്ലാം കാണിക്കുമെന്ന് പറയൂട്ടോ ജാനകി. പിന്നീട് അനിയാണെങ്കിലും ആകെ വിഷമിച്ചും ദേഷ്യത്തിലും ഒക്കെ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ദേവയാനി നൈനി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, മോനെ നിൻ്റെ വിഷമമൊക്കെ എനിക്കറിയാം, പക്ഷേ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഞാൻ ആ കൊലയാളിയുടെ ഒപ്പം ജീവിക്കണം എന്നാണ് വല്യമ്മ പറഞ്ഞു വരുന്നതെന്നൊക്കെ ഇങ്ങനെ അനി തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര ദേഷ്യത്തിൽ. പക്ഷേ അനാമികയായിട്ട് ജീവിക്കണം എന്ന് ഞാൻ ഒരിക്കലും ഇനി നിന്നോട് പറയില്ല, പക്ഷേ നീ അനാമിക ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഇങ്ങനെ നന്ദൂനെയാണ് കണ്ടുവച്ചിരിക്കുന്നത്, അതാണ് മോനെ ഇവിടുത്തെ വലിയ പ്രശ്നം, അത് ഇനി ഒരിക്കലും നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അനിയാണെങ്കിൽ ദേവയാനിയോട് പറയുന്നുണ്ടായിരുന്നു, അനാമികയായിട്ടുള്ള കല്യാണത്തിന് മുന്നേ തന്നെ നന്ദുവിന് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ, അപ്പോൾ അന്ന് ഈ ഒരു ഏട്ടത്തി ഒറ്റൊരുത്തിയാണ് അതിനെ എതിർത്തത് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, ഞാൻ മാത്രമല്ല എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ചേച്ചിയൊക്കെ അതിനെതിരായിരുന്നു. അന്ന് അനിയും അതുപോലെ തന്നെ നന്ദും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനും എൻ്റെ അച്ഛനും മുതലെടുപ്പ് നടത്തുകയാണെന്ന് ഇവിടെ എല്ലാവരും പറയുള്ളായിരുന്നു. ഇനിയും അതുകൊണ്ട് നന്ദുവിനെ ഇങ്ങോട്ട് 2 പേരിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ 3ാമതൊരാളും കൂടി ഇങ്ങോട്ട് വരണ്ട, അതുതന്നെയാണ് ഞങ്ങളുടെയൊക്കെ തീരുമാനം എന്ന് നൈനിയും അങ്ങ് തറപ്പിച്ച് പറയുമ്പോൾ എനിക്കാണെങ്കിൽ ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നീട് ദേവയാനിയാണെങ്കിലും അനിയനെ കുറേ ഉപദേശിച്ചിട്ട് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ വിഷമങ്ങളും കൂടെ മോൻ മനസ്സിലാക്കണം, അത് അനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാട്ടോ പോകുന്നത്. ആ സമയത്ത് എനിക്കാണെങ്കിൽ ആകെ ദേഷ്യവും സങ്കടവും ഒക്കെ കൂടെ വരുന്നുണ്ട് കേട്ടോ. പിന്നീട് ആദർശാണെങ്കിലും ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ, അനിയുടെ കാര്യം ഓർത്തിട്ട് തന്നെ ആവാം. അപ്പോൾ ദേവയാനിയും അതുപോലെ തന്നെ നൈനി അവിടേക്ക് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അനി ആകെ വിഷമത്തിലാണ് എന്ന് ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനീനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ആദർശം പറയുകയാണ്. ഞാൻ അവനോട് എന്താ പറയുക എന്നൊക്കെയാണ് ആദർശ് ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അനി അനാമികയും തമ്മിൽ ഒരുമിച്ച് പോവില്ല, അത് ഉറപ്പാണെന്ന് നൈനിയും ദേവയാനിയൊക്കെ സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്. അനാമിക ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിലും നന്ദുവിനെ ഒരിക്കലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് നൈന പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മോള് പറഞ്ഞത് ശരിയാണ്, ഇനിയിപ്പോൾ നന്ദുവിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ജാനകി ഇവിടുന്ന് ഇറങ്ങി പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യത്തിൽ ആലോചിച്ചൊരു തീരുമാനം എടുക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ.
പിന്നീട് ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അച്ഛനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാലും വേണ്ടില്ല, അനാമിക ചെയ്ത തെറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അച്ഛനോട് തുറന്നു പറഞ്ഞാലും വേണ്ടില്ല എന്നാണ് കേട്ടോ ദേവയാനി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ആലോചിച്ചൊരു തീരുമാനം എടുക്കണം. ഇപ്പോൾ അനി എന്തോ മഹാപാപം ചെയ്ത പോലെയാണ് അച്ഛൻ സംസാരിക്കുന്നത്. അനാമിക ചെയ്ത തെറ്റൊന്നും അച്ഛനെ അറിയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് എല്ലാം അച്ഛനെ അറിയിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. പിന്നീട് ആദർശാണെങ്കിലും നയനയോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അനിയുടെ കാര്യം തന്നെ. അനിയനിങ്ങനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ അനാമികയായിട്ടുള്ള കല്യാണത്തിന് മുന്നേ തന്നെ അവൻ നന്ദുവായിട്ടുള്ള ഇഷ്ടം എന്നോട് തുറന്നു പറഞ്ഞതായിരുന്നു. പക്ഷേ എനിക്ക് അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നയനയോട് പറയുന്ന ആദർശിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. ഈ റിവ്യൂ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്